ഹലോ ഫ്രണ്ട്സ്, അഭിഷേക് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഹൊറർ ത്രില്ലർ സ്റ്റോറിയുമായിട്ടാണ്. കഥയുടെ പേര് ബിഹൈൻഡ് ദി ഡോർസ്. കഥ തുടങ്ങുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ്. നല്ല മഴയുള്ള ഞായറാഴ്ച ദിവസം. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ ജോൺ എന്ന 15 വയസ്സുകാരൻ അവൻ്റെ സുഹൃത്തുക്കളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അങ്കിളായ ബെൻ അവനെ കാണാനെത്തുന്നു. തിരിച്ചു പോവാൻ ഒരുങ്ങുമ്പോൾ അങ്കിൾ ബെൻ അവനോട് തൻ്റെ കൂടെ പോരാൻ പറയുന്നു. ജോൺ സമ്മതിച്ചു. അവനേറെ സന്തുഷ്ടനാണ്. ഈ സൺഡേ ഹോളിഡേ അങ്കിളിൻ്റെ വീട്ടിൽ അവൻ മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് അങ്കിൾ ബെന്നിൻ്റെ കൂടെ അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. രാത്രിയും പകൽ പോലെ മഴയുള്ളതായിരുന്നു. ഇടിയും മിന്നലും മഴയെ കൂടുതൽ പെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്കിൾ ബെന്നിൻ്റെ വീട് ഒരു 5 നില വീടാണ്. അവിടെ അവനറിയാത്ത ഏറെ നിഗൂഢതകളുണ്ട്. മുകളിലത്തെ നിലകളിലേക്ക് കയറാൻ ആരംഭിച്ച അവനോട് അങ്കിൾ വിലക്കുന്നു. മുകളിലേക്ക് കയറണ്ട, അവൻ തലയാട്ടി. അവനെന്തോ വിചിത്രമായി തോന്നി. രാത്രി ഏറെ വൈകിയാണ് അവൻ ഉറങ്ങാൻ കിടന്നത്. പുറത്ത് മുൻപത്തെ മഴ അതേപോലെ തുടരുന്നു, കൂടെ മിന്നലും. പെട്ടെന്ന് ജോൺ ദാഹിച്ചു. വെള്ളം എടുക്കാൻ ഡൈനിങ് റൂം വരെ ചെല്ലണം. ഇടിവെട്ടുന്ന ശബ്ദമാണ് അവനെ കൂടുതൽ ഭയപ്പെടുത്തിയത്. എങ്കിലും അവൻ ഇറങ്ങി നടന്നു. ഡൈനിങ് റൂമിന് അടുത്തെത്തി. പെട്ടെന്ന് അവനത് ശ്രദ്ധിച്ചു. ആരോ ചിരിക്കുന്ന പോലെ. അതെ, അതൊരു സ്ത്രീ ശബ്ദമാണ്. അവൻ തൻ്റെ പിന്നിലായി തുറന്നു വരുന്ന ഒരു വാതിലിലേക്ക് ശ്രദ്ധിച്ചു. വീണ്ടും അതേ ശബ്ദം. പിന്നിലേക്ക് നീങ്ങി അവൻ നിന്നിട്ട് ആ വാതിലിലേക്ക് നോക്കി. പെട്ടെന്ന് ആ ശബ്ദം നിന്നു. പക്ഷെ ഒന്നുകൂടി ഇടിവെട്ടി. അപ്പോൾ അവൻ കൂടുതൽ ഭയപ്പെട്ടു. ഇറ്റ് ഈസ് എ സ്കെയറിംഗ് സൺഡേ, എ സ്കെയറിംഗ് സൺഡേ നൈറ്റ്. അവൻ ഡൈനിങ് ടേബിളിലെ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്തു. വായിൽ കുടിക്കാനായി വെക്കുമ്പോഴാണ് വാതിൽ വീണ്ടും തുറന്നു വന്നത്. അവൻ അവിടേക്ക് നോക്കി. ഒരു ഗ്ലാസ് തറയിൽ വീഴുന്ന ശബ്ദം അവൻ ശ്രദ്ധിച്ചു. ഡൈനിങ് ടേബിളിനടിയിൽ ഒരു ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നു. അവൻ ഡൈനിങ് ടേബിളിന് അടിയിലേക്ക് നോക്കി. പൊട്ടിത്തകർന്നു കിടക്കുന്ന ഗ്ലാസിൻ്റെ ചില്ലുകൾ അവൻ കണ്ടു. പെട്ടെന്നാണ് വാതിൽ തുറന്നു കിടക്കുന്നിടത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കിയത്. അവിടെ എന്തോ ഒരു കാഴ്ച അവൻ കണ്ടു. എന്താണ് ആ കാഴ്ച? ഈ വീഡിയോയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരും വരെ എല്ലാവർക്കും ശുഭം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കമൻറ്റുകൾ എൻ്റെ വീഡിയോയ്ക്ക് ഉത്തമമാണെന്ന് പ്രതീക്ഷിക്കുന്നു.